ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ് യൂട്യൂബിൽ. കുറേ സിനിമകളുടെ റിവ്യൂസും അതുപോലെ ഇടയ്ക്ക് റെനോ ഡസ്റ്ററിൻ്റെ ഒരു റിവ്യൂവും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുൻപ്. അപ്പോൾ അതിൽ ഈ റെനോ ഡസ്റ്ററിൻ്റെ റിവ്യൂവിന് എനിക്ക് ഒരുപാട് വ്യൂവർഷിപ്പ് കിട്ടിയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ നമ്പറാണ്. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്ത് മുന്നോട്ട് പോയിരുന്ന ഒരാളായിരുന്നില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പരീക്ഷണം എന്ന രീതിയിൽ തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ നമ്പേഴ്സ് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. തിരിച്ചു വരുമ്പോൾ എന്തു വേണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കിട്ടിയൊരാശയം കംബാക്കാണ്. അപ്പോൾ കംബാക്ക് ആകുമ്പോൾ അതിനകത്ത് ഇമ്പാക്റ്റുള്ളൊരു കംബാക്ക് വരണമെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു റിവ്യൂ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ടാറ്റ സീറയുടെ റിവ്യൂ ആയിരുന്നു ഒരു കംബാക്കിന് പറ്റിയ നല്ലൊരു റിവ്യൂ. പക്ഷേ ഞാൻ ടാറ്റ സീറയെക്കുറിച്ച് മുൻപ് ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് പഴയ ടാറ്റ സീറയെക്കുറിച്ച് ഒരു 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 അറിവ് പോലും ഇല്ലാത്തതുകൊണ്ട് അത് ഏറ്റെടുക്കുന്നത് മണ്ടത്തരമാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു. റെനോ ഡസ്റ്ററിൻ്റെ റിവ്യൂ ആണ് എന്തുകൊണ്ടും മികച്ചതാവും. കാരണം ഞാനൊരു ഒരു യൂസർ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ റെനോ ഡസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. അതായിരിക്കും ഒരു നല്ല റിവ്യൂ എന്ന് തീരുമാനിച്ചാണ് ഇതുവരെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു വരുന്നത് പുതിയ റെനോ ഡസ്റ്റർ റിവ്യൂ. നിങ്ങൾ ഇന്നലെ മിക്കവാറും റെനോ ഡസ്റ്റർ എന്ന പ്രോഡക്റ്റിനെ ഇഷ്ടപ്പെടുന്ന ഭൂരിഭാഗം പേരും ഇന്നലെ ആ ലോഞ്ച് റിവ്യൂ കണ്ടു കാണും. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ഒരുപാട് പേര് നമ്മുടെ റെഗുലർ കാർ റിവ്യൂവേഴ്സ് ഒരുപാട് ലോഞ്ച് ഇവൻറ്റിൽ പോയി ഡയറക്റ്റ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒപ്പിയെടുത്ത് അവതരിപ്പിച്ച റിവ്യൂസ് ഒരുപാട് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ എൻ്റെ പഴയ റിവ്യൂസ് കണ്ടിട്ടുള്ള ചിലർ ഈ വീഡിയോയും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ഒരവസരമാകട്ടെ എന്ന് കരുതി. അതുകൊണ്ടാണ് ഞാനും അതിനെക്കുറിച്ച് കുറച്ച് കമൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ റെനോ ഡസ്റ്ററിൻ്റെ പുതിയ വരവിനെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഗംഭീരം എന്ന് തന്നെ പറയും ഞാൻ. കാരണം റെനോ ഡസ്റ്റർ എന്ന പ്രോഡക്റ്റിനെ ഒരുപാട് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട, ഞാൻ ഉപയോഗിക്കുമ്പോൾ ഡീസൽ ഡസ്റ്റർ ഉപയോഗിച്ച് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ റെനോ ഡസ്റ്റർ വരുമ്പോൾ അതിനെല്ലാവിധ എന്താ പറയുക, കുറവുകളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റണേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ പുതിയ റെനോ ഡസ്റ്ററിൻ്റെ ലോഞ്ചിലെ അവരുടെ പ്രസൻറ്റേഷൻസ് കണ്ടപ്പോൾ, അതുപോലെ അതിനുശേഷം ആ റെനോ ഡസ്റ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനകത്ത് അവർ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഇന്ത്യൻ സ്പെസിഫിക് മാർക്കറ്റിന് വേണ്ട കസ്റ്റമൈസേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഡസ്റ്റർ ഇവിടെ കുറേ കാലം നിലനിൽക്കുമെന്നാണ്. കാരണം ഡസ്റ്റർ വെറുതെ ഒന്ന് വന്നു പോകാൻ വേണ്ടി തിരിച്ചു വന്നതല്ല. പകരം ഇവിടെയുള്ള കരുത്തന്മാരോട് ഏറ്റുമുട്ടി പഴയ ഡസ്റ്ററിൻ്റെ ഗാംഭീര്യവും പെർഫോമൻസ് എന്താ പറയുക, ഓറിയൻറ്റഡ് യൂസർ ഫീഡ്ബാക്കും തിരിച്ചു കൊണ്ടുവരാൻ ഒരുങ്ങി തന്നെ റെനോ ഇറക്കിയതാണെന്ന് മനസ്സിലാവും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞു തരാം. അതിനകത്ത് മേജറായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് റെനോയിൽ. പക്ഷേ ഏപ്രിൽ മുതൽക്കേ അല്ലെങ്കിൽ മാർച്ച്, ഒരു ഡേറ്റ് എക്സാക്ട്ലി പറഞ്ഞായിട്ട് ഓർമ്മയില്ല, പക്ഷേ മാർച്ച് മുതൽക്കേ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അവർ എന്താ പറയുക, ഷോറൂംസിലേക്ക് കൊണ്ടുവരുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, റെനോ ഡസ്റ്റർ എന്ന പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് ഓവറോൾ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ആരും ചെയ്തിട്ടില്ല. ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് കാത്തിരിക്കണം. അപ്പോഴറിയാം അതിൻ്റെ ബാക്കിയുള്ള പെർഫോമൻസ് ഏരിയാസ്. പക്ഷേ അറ്റ് പ്രസൻറ്റ് റെനോ ഡസ്റ്റർ എന്ന ഹോൾ പ്രോഡക്റ്റ് ആസ് എ പ്രോഡക്റ്റ് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് പറഞ്ഞു വരുന്ന 3 പവർ എൻജിൻസ് ആണുള്ളത്. ഒന്ന് 1 ലിറ്റർ എൻജിൻ. അത് വളരെ എന്താ പറയുക, റെനോ ഡസ്റ്ററിനെ പോലുള്ളൊരു SUV 1 ലിറ്റർ എൻജിൻ എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മേ ബി അത് കുറച്ചുകൂടി ചെറിയ, അതായത് തുടക്കത്തിലെ വേരിയൻസിന് റേറ്റ് കുറച്ച് ഇറക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. അപ്പം മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത് ഏറ്റവും വില കുറഞ്ഞ ബേസിക് വേരിയൻ്റ് ഇറക്കാൻ പോകുന്ന ഈ 1 ലിറ്റർ എൻജിനിലായിരിക്കാം. 1.3 ലിറ്റർ എൻജിൻ അവരെ ലാസ്റ്റ് നിർത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു ബെസ്റ്റ് എന്താ പറയുക, ടോർക്കി സൂപ്പർ പെർഫോമൻസ് തന്നിരുന്ന ആ ഒരു പെട്രോൾ എൻജിൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വരുന്നു. അതവർ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. 1.3 ലിറ്റർ എൻജിൻ വിത്ത് മാക്സിമം ടോർക്ക് 280 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് അവർ ട്യൂൺ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ ഒരു വണ്ടിക്കും ഇത്രയും എന്താ പറയുക ടോർക്ക് പെർഫോമൻസ് അവകാശപ്പെടാനില്ല. അപ്പോൾ നല്ല പഞ്ചി പെർഫോമൻസ്, ഹൈവേസിലൊക്കെ ക്രൂസ് ചെയ്ത് എന്താ പറയുക മിന്നൽ പിണർ പോലെ കുതിച്ച് പായാൻ ഈ 1.3 ലിറ്റർ ടോർക്ക് 1.3 ലിറ്റർ എഞ്ചിൻ്റെ 280 Nm ടോർക്കിന് സാധിക്കുമെന്ന് ഉറപ്പാണ്.
ഒപ്പം 1.8 ലിറ്ററിൻ്റെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിന് കൂടി ഇവർ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വളരെ മേജറായിട്ടുള്ളൊരു ഹൈലൈറ്റ്. കാരണം ഹൈബ്രിഡ് പെട്രോൾ വേർഷൻസ് കാറുകൾ ഇപ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യം പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഡീസലിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപത്തിനേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട്, അതിന് പകരമാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ഹൈബ്രിഡ് കൊണ്ടുവരികയാണ്. 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിനിലാണ് വളരെ മികച്ച പവർഫുള്ളായിട്ടുള്ള ബാറ്ററി പാക്ക് അവർ കയറ്റുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇതോടുകൂടി. അത് എടുത്തു പറയാനുള്ള കാരണം 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാവുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം അവർ അവകാശപ്പെടുന്നത് ഈ സെഗ്മെൻറ്റിൽ ഒരു കാറിലും ഇതുവരെ ഇറക്കാത്ത അത്രയും പവർഫുള്ളായിട്ടുള്ള ബാറ്ററി പാക്കാണ്, ഡ്യുവൽ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ 80% ഓഫ് ദ സിറ്റി ഡ്രൈവ് നമുക്ക് ഇതിൻ്റെ ബാറ്ററി പവേർഡ് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കൊണ്ടുപോകാൻ വണ്ടിയെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ 80% ഇലക്ട്രിക് പെർഫോമൻസ് തരികയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം, നിങ്ങൾ പെട്രോൾ കൺസംഷൻ 20% മാത്രമായിരിക്കും സിറ്റിക്കകത്ത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി മൈലേജ് എത്രയാവുമെന്ന് ഇപ്പോൾ തന്നെ ഊഹിച്ച് വെക്കാം. അപ്പോൾ അതൊരു ഗംഭീര തുടക്കമാവും. ഡസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഗംഭീര സെയിൽസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മോഡലായിരിക്കും ഈ 1.8 ലിറ്റർ പെട്രോൾ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിൻ എന്നുറപ്പാണ്. ഇനി ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ, ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടാറ്റ സിയറയാണ് ഇപ്പോൾ പുതിയ ബെഞ്ച് മാർക്ക്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നിനും ഒരു കുറവുമില്ല. അതിലെല്ലാം എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ 99% ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആകെ ഒരു കുറവായിട്ട് തോന്നിയിട്ടുള്ളത് ബാക്കിൽ നമ്മളിപ്പോൾ പൊതുവേ കുറേ വണ്ടികളിൽ വരുന്ന പോലെ എന്താ പറയുക, റിയർ സീറ്റിൽ നമ്മളൊരു സൺ ബ്ലൈൻഡ് കൊടുക്കും, നമ്മളിങ്ങനെ വലിച്ച് മുകളിലോട്ട് ഇടാൻ പറ്റുന്നത്. അത് മാത്രം കണ്ടില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എന്ന് പറഞ്ഞാൽ റിയർ AC വെൻറ്റ് നേരത്തെ ഉണ്ടായിരുന്നത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല C-ടൈപ്പ് ചാർജിങ് പോർട്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കൺസോളിൽ നല്ല കിടിലൻ സ്റ്റോറേജ് സ്പേസുകൾ ഉൾപ്പെടെ നല്ല കിടിലൻ കോക്പിറ്റ്സ് ഡിസൈനിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം ആംറെസ്റ്റ് നല്ല ഭംഗിയായിട്ടുണ്ട്, സ്ലൈഡിങ് ഫ്രണ്ടിലേക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം അതിനകത്തും വലിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറേജ് ഏരിയയിലുണ്ടായിരുന്ന പഴയ പ്രശ്നങ്ങളെ കംപ്ലീറ്റ്ലി അവർ മറികടന്നിട്ടുണ്ട്. പിന്നെ ഡോർ പാഡ്സും ട്രിംസിൻ്റെ പുതിയ ഡിസൈൻസും അതിൽ സോഫ്റ്റ് ട്രിം, അതുപോലെ തന്നെ നല്ല ആംബിയൻ ലൈറ്റിംഗ് സെറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഡോർ പാഡ്സ് ഉൾപ്പെടെ, ഡാഷ്ബോർഡിൽ ഉൾപ്പെടെ. അതുപോലെ നല്ല മികച്ച പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ്, നല്ല ഡിസൈൻ, ഫ്രണ്ട് ഡാഷ്ബോർഡിന് നല്ല അടിപൊളി ഡിസൈനാണ്. ഒപ്പം തന്നെ നല്ല മികച്ച, എനിക്ക് തോന്നുന്നു 10 ഇഞ്ചസ് സൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ 12 ഇഞ്ചസ് ആയിരിക്കാം. 12 ഇഞ്ചസോ അല്ലെങ്കിൽ 10 ഇഞ്ചസിൻ്റെ ആയിട്ടുള്ള വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സെൻറ്ററിലുണ്ട്. ഉയർത്തി വെച്ചിട്ടുള്ള ടൈപ്പാണ്, പഴയതുപോലെ താഴത്തല്ല. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ താഴത്തോട്ടേക്ക് നോക്കേണ്ടി വരില്ല. അപ്പോൾ ലേറ്റസ്റ്റ് രീതിയിൽ തന്നെ ഫ്രണ്ടിൽ ഡാഷ്ബോർഡിന് മുകളിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് സെൻറ്ററിൽ. ഒപ്പം തന്നെ നല്ല വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ അത്ര തന്നെ ഓൾമോസ്റ്റ് വലുപ്പമുള്ള ഒരു മികച്ച ഡിജിറ്റൽ എന്താ പറയുക ഇൻസ്ട്രുമെൻറ്റ് പാനൽ ഡ്രൈവർ സീറ്റിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ഡ്യുവൽ എന്താ പറയുക ഓൾ വീൽ ഡിസ്ക് ബ്രേക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 360-ഡിഗ്രി ക്യാമറയുണ്ട്. ഗൂഗിൾ എനേബിൾഡ് SUV ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഇല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ സൈൻ ചെയ്ത് നിങ്ങൾക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യാം. അപ്പോൾ അത്തരം ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്, ഫസ്റ്റ് വെഹിക്കിളാണ് ഇൻ ഇന്ത്യയിൽ. അപ്പോൾ അത്തരം സവിശേഷതകൾ കൂടി ഇവർ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു പനോരമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ മികച്ച ഒരു മൂവാണ്. കാരണം ഡസ്റ്ററിൽ മിസ്സായിരുന്നു, അല്ലെങ്കിൽ ക്രേറ്റ ഗോൾ അടിച്ചിരുന്ന ഒരൊറ്റ ഏരിയയിൽ പനോരമിക് സൺറൂഫ് വെച്ചായിരുന്നു ഫസ്റ്റ് ക്രേറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ. ഡസ്റ്ററിന് കൊണ്ടുവരാൻ പറ്റാതിരുന്നതും അതായിരുന്നു, അത് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ പവേർഡ് ടെയിൽ ഗേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബൂട്ട് സ്പേസ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും നിങ്ങൾക്ക് സ്വിച്ച് വെച്ച് ചെയ്യാം. അതൊരു മികച്ച ലേറ്റസ്റ്റ് ലക്ഷറി ഫീച്ചറാണ്, അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന അഡീഷണൽ സീറ്റ്, പവേർഡ് സീറ്റ്സ് ഞാൻ പറഞ്ഞോന്നറിയില്ല, ഫ്രണ്ടിൽ രണ്ടും പവേർഡ് സീറ്റ്സാണ്. അപ്പോൾ അത് മികച്ചൊരു ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ബാക്കിൽ 3 എന്താ പറയുക ഹെഡ് റെസ്റ്റുകളും ഇപ്പോൾ അഡ്ജസ്റ്റബിൾ ആണ്. നേരത്തെ ആ സെൻറ്റർ ആം റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആയിരുന്നില്ല, അപ്പോൾ അതും അഡ്ജസ്റ്റബിൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ലെതർ സ്റ്റിച്ചിങ് സ്റ്റൈലിലുള്ള സീറ്റ്സ് ആണ്, നല്ല കംഫർട്ടായിട്ടുള്ള പുതിയ ലേറ്റസ്റ്റ് ഡിസൈൻ സീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ പറയാനെന്താ ബാക്കിയുള്ള ഫീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആകെ ഒരു കാര്യം മാത്രം മനസ്സിലാകാതെ പോയത് എനിക്ക് അതിനകത്ത് സബ് വൂഫർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്നറിയില്ല. സൗണ്ട് സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്നൊക്കെ ഇനിയിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിൽ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു നല്ലൊരു സൗണ്ട് സിസ്റ്റം തന്നെയായിരിക്കും അവർ കൊണ്ടുവരുന്നത്. കാരണം ഇത്രയും ഫീച്ചേഴ്സ് ശ്രദ്ധിച്ച് സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസിനും റെനോ തയ്യാറായിട്ടുണ്ടാവില്ല എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താ പറയുക, അകത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥല സൗകര്യങ്ങൾക്ക് യാതൊരു കുറവുമില്ല. പഴയതുപോലെ തന്നെ നല്ല മികച്ച സ്ഥലം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒപ്പം റിയർ ലെഗ് റൂം പഴയ ഡസ്റ്ററിലും റിയർ ലെഗ് റൂം ഒരു പരിധി വിട്ട് കൂടുതലുണ്ടാവില്ല, അതേ രീതിയിൽ തന്നെ. കാരണം ഡയമെൻഷൻസിനൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ കാർ പുറത്തുനിന്ന് നോക്കുമ്പോൾ, പ്രത്യേകിച്ചും പിൻഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒന്ന് ചെറുതായ പോലെ തോന്നുന്നുണ്ട്. അത് മേ ബി അതിൻ്റെ ഡസ്റ്ററിൻ്റെ പഴയ ക്ലാസിക് ലുക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അതിൻ്റെ ഇത് വീൽ ആർച്ചുകളെല്ലാം ബൾജ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ പുറകിൽ നിന്ന് നോക്കുമ്പോഴും ഇതിൻ്റെ ബാക്കിൽ രണ്ട് സൈഡിൽ ഇങ്ങനെ വീൽ ആർച്ചുകൾ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നതിൻ്റെ ഒരു ഡിസൈൻ കാരണം വലിപ്പമുള്ളൊരു ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ള പോലെ നമുക്ക് തോന്നിയിരുന്നു. അപ്പോൾ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ഒന്നും നോക്കാനില്ല. ഇപ്പോഴും അതേ ക്വാളിറ്റി അല്ലെങ്കിൽ അതേ സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ 700 ലിറ്റർ ഏറ്റവും ടോപ്പ് ടു ബോട്ടം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ബൂട്ടിൻ്റെ ഫ്ലോർ ലെവൽ മുതൽക്ക് നമ്മുടെ റൂഫ് ലെവൽ വരെയുള്ള അത്രയും ഹൈറ്റ്സ് ഏരിയയിൽ 700 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് തന്നിട്ടുണ്ട്. അതിൽ പവർ ടെയിൽ ഗേറ്റിനും പറഞ്ഞല്ലോ, സ്വിച്ച് ഇട്ടാൽ ഇത് ബൂട്ട് ഓപ്പണായി, അതുപോലെ ബൂട്ട് ഓപ്പണായി ഇലക്ട്രിക്കലി ക്ലോസ് ആവാനുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ഡിസൈൻ ആയിട്ടുള്ള LED കണക്റ്റഡ് റിയർ ഡിസൈനാണ് അവർ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയായിട്ടുണ്ട്. നടുവിൽ സെൻറ്ററിൽ കറക്റ്റ് റെനോയുടെ പുതിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഈ LED കണക്റ്റിംഗ് ലാമ്പുകളുടെ ഇടയിൽ. അത് കാരണം നല്ല ഭംഗിയുള്ള ഡിസൈനായിട്ട് തോന്നി. അതുപോലെ പാർക്കിംഗ് ലൈറ്റിൻ്റെ സെപ്പറേറ്റ് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. റിയർ ഡിസൈൻ സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ട് ഡിസൈൻ അത്ര തന്നെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഫ്രണ്ട് ഡിസൈൻ പഴയ ഡസ്റ്റർ ഇതിലും എടുപ്പുള്ളതായിട്ട് തോന്നിയിരുന്നു. പുതിയ ഡിസൈനിൽ ആ ഫ്രണ്ടിലെ ബോണറ്റ്, പരന്ന് കിടക്കുന്ന ബോണറ്റും ആ ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഗ്രില്ലിനകത്ത് ഒരു ഡസ്റ്റർ എന്നൊരു ബാഡ്ജിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇപ്പോൾ കടന്നു വരുന്നൊരു ട്രെൻഡുള്ള പോലെ അല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് LED ഹെഡ് ലാമ്പ് അങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിട്ടില്ല. 2 DRLs സെപ്പറേറ്റ്ലി കൊടുത്തിട്ടുണ്ട് 2 സൈഡുകളിലായിട്ട്. ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഹെഡ് ലൈറ്റിൻ്റെ പൗച്ചുകളായാലും ഫോഗ് ലൈറ്റിൻ്റെ സ്പേസിംഗ് ആയാലും വളരെ മികച്ച രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഫ്രണ്ടിലെ LEDക്ക് ശേഷം ഇടയിൽ റെനോയുടെ സിമ്പിൾ കൊടുക്കുക അല്ലെങ്കിൽ റെനോയുടെ ലോഗോ കൊടുക്കുന്നതിന് വരെ അവർ ഡസ്റ്റർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഫ്രണ്ടിലെ ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെടാതിരുന്നത്. മേ ബി ഇറ്റ്സ് സംതിങ് ഗുഡ് ഫോർ ദ ന്യൂ ജനറേഷൻ പീപ്പിൾ. നമ്മളെ പഴഞ്ചൻ ലുക്കോടുകൂടി കാണുമ്പോൾ അത് ചിലപ്പോൾ അതായിരിക്കാം കാരണം. പുതിയ ജനറേഷൻ അത് വളരെ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും കാര്യം അത് ട്രെൻഡിയാണ്. കാരണം ഒരു വണ്ടിയിലും ഇപ്പോൾ പുതിയതായി നമ്മൾ അവരുടെ ആ പ്രത്യേക പ്രോഡക്റ്റിൻ്റെ ബാഡ്ജിങ് കൊടുത്ത് കണ്ടിട്ടില്ല ഗ്രില്ലിൽ. അപ്പോൾ ഇത് ഫസ്റ്റ് ഡിസൈനാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ഇലുമിനേറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ആ ലോഞ്ചിനകത്ത് അത് ഇലുമിനേറ്റഡ് ആയിട്ടല്ല കണ്ടത്. എനിവേയ്സ്, പറഞ്ഞു വരുമ്പോൾ റെനോ ഡസ്റ്റർ പുതിയ വേർഷൻ നല്ല പൊളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഗംഭീരമാണ്. അപ്പോൾ മാർച്ച് വരെ കാത്തിരിക്കുക. മാർച്ചിൽ ഈ വണ്ടി നമുക്ക് ഇറങ്ങുന്ന നമ്പർ തീർച്ചയായിട്ടും ഒരു അത്ഭുതം തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ദീപാവലിയോട് അടുപ്പിച്ച് അവർക്ക് ഹൈബ്രിഡ് എഞ്ചിൻ ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ വർഷം ഡസ്റ്ററിൻ്റെ വർഷമായിരിക്കുമെന്ന് തന്നെ എനിക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം വളരെ മികച്ച രീതിയിലുള്ളൊരു പെർഫോമൻസ് ഡസ്റ്ററിൻ്റെ നിന്ന് പ്രതീക്ഷിക്കാം. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ സസ്പെൻഷനൊക്കെ ഈ പറഞ്ഞ ഒരു വണ്ടിക്കും തൊടാൻ പോലും പറ്റാത്ത അത്ര എന്താ പറയുക ഹൈ ക്വാളിറ്റി സസ്പെൻഷനാണ് ഡസ്റ്ററിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഫീച്ചേഴ്സും അത്തരം പെർഫോമൻസും ഒന്നിച്ച് വരുമ്പോൾ ഡസ്റ്ററിനെ ഇനി പിടിച്ചാൽ കിട്ടൂല മക്കളെ എന്ന ലെവലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ സന്തോഷത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ സന്തോഷങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ ഡസ്റ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ കൺസേൺസ് എന്തൊക്കെയാണെന്ന് പങ്കുവയ്ക്കാം. താങ്ക് യു സോ മച്ച് വാച്ചിങ് മീ.